നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അഹിംസ സിദ്ധാന്തത്തെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മഹാത്മാഗാന്ധിജിയുടെ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. അപ്പോൾ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ആദ്യം നമ്മളിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നതാണ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ആദ്യം നമ്മുടെ ശരീരത്തിൻ്റെ മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യഥാർത്ഥത്തിൽ ക്രിയേഷൻ എന്ന് പറയുന്നത് ക്രിയേറ്ററിൻ്റെ കൈകൾ മാത്രം ഉള്ള ഒരു ശക്തിയാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് ഒരു സാധനം എടുത്ത് വേറെ എവിടെയെങ്കിലും വെക്കാൻ പറ്റും. നമ്മൾ ക്രിയേറ്ററിനെ ഇമിറ്റേറ്റ് ചെയ്യണം, മാത്രമേ ചെയ്തുള്ളൂ. നമുക്കൊരിക്കലും ഒറിജിനൽ ക്രിയേറ്റർ ആവാൻ സാധിക്കില്ല. അപ്പോൾ ഞാൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അഹംഭാവമാണ്. ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ക്രിയേറ്റിവിറ്റി എക്സ്പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ക്രിയേറ്ററിൻ്റെ ഈശ്വരൻ്റെ അടുത്തേക്ക് അടുക്കുന്നു. നരൻ്റെ ഉള്ളിലുള്ള നാരായണനെ ഉണർത്തുന്നതാണ് കല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്രിയേറ്റിവിറ്റി വളരുംതോറും ഹ്യൂമിലിറ്റിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ക്രിയേറ്റീവായിട്ടുള്ള കവികളായാലും ഗായകരായാലും ആർട്ടിസ്റ്റായാലും അവരെല്ലാം വളരെ വിനയാന്വിതരായിരിക്കും. ഏത് സ്റ്റേജിലാണോ വിനയം നഷ്ടപ്പെടുന്നത് അതോടുകൂടിയാണ് ക്രിയേറ്റിവിറ്റി നഷ്ടപ്പെടുന്നത്. നമുക്ക് പല കവികളെ അറിയാം, ഗായകന്മാരെ അറിയാം. ക്രിയേറ്റീവ് ടാലൻ്റ് ഉണ്ടായിരുന്നവർ പെട്ടെന്ന് പുറത്തേക്ക് അവരുടെ പ്രശംസകളിലേക്ക് വീണുപോയി, സമ്പത്തിലേക്ക് വീണുപോയി. അപ്പോൾ അവർക്ക് ഒറിജിനൽ ക്രിയേറ്റിവിറ്റി തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അവർ മദ്യപിക്കുന്നു, അല്ലെങ്കിൽ പല ടെക്നിക്സും പ്രയോഗിക്കണം ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിലൊരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരാൾക്ക് ആരെയും അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ ക്രിയേറ്ററിനെയാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? സ്നേഹം. ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം സ്നേഹമാണ്.
നമ്മൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നതും സ്നേഹം തന്നെയാണ്. ശരിക്കും ഡിസ്ട്രക്ഷൻ ഇല്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒരു സ്ലേറ്റ് മായ്ച്ചിട്ട് പുതിയത് എഴുതുന്നത് പോലെ അതിന് ഡിസ്ട്രക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. വേറെന്തിനോ തയ്യാറെടുക്കുന്നതിനാണ് നമ്മൾ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഷ്ണം നുറുക്കുന്നു, കുഴച്ചിട്ട് കഴിക്കുന്നു, ഡിസ്ട്രക്ഷനാണ്. പക്ഷേ അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നു, വേറെ ഹയർ പർപ്പസിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഒരു തലത്തിൽ ഡിസ്ട്രക്ഷൻ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ വേറെ തലത്തിൽ അത് കൺസ്ട്രക്റ്റീവ് ആക്ടിവിറ്റീസാണ്. ഈ യൂണിവേഴ്സ് കാവോസിലേക്ക് പോവുകയാണ് എന്നുള്ളൊരു സിദ്ധാന്തം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി. അതിൻ്റെ ഉള്ളിലൊരു ഓർഡർ ഉണ്ട്. നമ്മൾ ഈ കാണുന്ന ഈ കാവോസ് പ്രപഞ്ചം ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അർത്ഥമില്ലാതെ എന്തൊക്കെയോ സംഭവിക്കുന്നു. എത്രയോ സാമ്രാജ്യങ്ങളിലൂടെ വന്ന് നശിച്ചുപോയി. എന്തിനാണ് ഇത്ര വലിയ കൊളോസലായിട്ടൊരു വേസ്റ്റ് നടക്കുന്നത് എന്ന് ചിന്തിച്ചു. നമ്മുടെ ജീവിതം തന്നെ വളർന്ന് വലുതായിട്ട് അച്ഛനും അമ്മയും ഇൻവെസ്റ്റ് ചെയ്തു, സൊസൈറ്റി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, നമ്മൾ ഒരുപാട് സമ്പാദിക്കുന്നു, അവസാനം മരിച്ചു പോകുന്നു. വലിയൊരു വേസ്റ്റ്ഫുൾ ലൈഫാണ്. ഈ ബോഡി നശിച്ചു പോകുന്നു, ആരും ഓർക്കണം കൂടിയില്ല. എന്തിനാണ് ഇത്രയും വലിയൊരു വേസ്റ്റ്? അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കണം. ആ കൺസ്ട്രക്റ്റീവ് വർക്കാണ് സ്നേഹത്തിൽ ഉയരുക എന്നുള്ളത്. എവല്യൂഷൻ, യഥാർത്ഥ എവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബോധത്തിൻ്റെ എവല്യൂഷനാണ്. നമ്മൾ പുറമേ കാണുന്ന ശരീരങ്ങളുടെ എവല്യൂഷൻ അല്ല, അത് ടെമ്പററിയാണ്. ആ മാറ്റങ്ങളിലൂടെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത് നമ്മുടെ ബോധത്തിൻ്റെ എക്സ്പ്രഷനാണ്. അപ്പോൾ കൂടുതൽ കൂടുതൽ ഉയർന്ന ബോധത്തിലേക്ക് ഉയരാനായിട്ട് എല്ലാ വസ്തുക്കളും ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ ശരീരം നോക്കിയാലറിയാം. അപ്പോൾ ഈ എവല്യൂഷൻ്റെ ഈ പാതയിൽ നമ്മൾ നമ്മുടെ ശരീരത്തിനോട് അതിൻ്റെ ധർമ്മം പുലർത്തണം. ശരീരത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. അതുപോലെ തന്നെ ബുദ്ധിശക്തി ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എഡ്യൂക്കേഷൻ, ഇപ്പോൾ ബ്രൈറ്റർ മൈൻഡ്സ് പ്രോഗ്രാമുണ്ട് സഹജമാർഗത്തിൽ. നമ്മൾ ലോകത്തെ അറിയുന്നു, പഠിക്കുന്നു, അതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യും, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി. ഈ വെഹിക്കിൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ വെഹിക്കിൾ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ക്രിയേറ്റർ മറക്കാൻ പാടില്ല. പുല്ലാങ്കുഴലിൻ്റെ ഉദാഹരണം ചാരിജി മഹാരാജ് പറയുന്നത്, പുല്ലാങ്കുഴലിലൂടെ വരുന്ന സംഗീതം ഫ്ലൂട്ടിസ്റ്റിൻ്റെയാണ്. പുല്ലാങ്കുഴൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ ഇത്ര വലിയ സംഗീതം പ്രകടിപ്പിക്കുന്നു, ഞാൻ വലിയ ഫ്ലൂട്ടാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ആരെങ്കിലും എടുത്ത് വായിച്ചാലേ അതിന് പാട്ട് വരുള്ളൂ. ആ പുല്ലാങ്കുഴലല്ലേ നല്ല മരം കൊണ്ടുണ്ടാക്കാം, നല്ല ഭംഗിയായിട്ട് നല്ല വില പിടിച്ച പുല്ലാങ്കുഴലുണ്ടാക്കാം. അത് അതിൻ്റെ ധർമ്മമാണ്, പുല്ലാങ്കുഴലിൻ്റെ ധർമ്മം. അതിലൂടെ ഒഴുകുന്ന മ്യൂസിക് കൂടുതൽ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാൻ ഈ മ്യൂസിഷ്യന് സാധിക്കും. കൂടുതൽ പഠിക്കുമ്പോൾ, പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രുതി കറക്റ്റായിട്ട് വരുന്നു, താളം കറക്റ്റായിട്ട് വരുന്നു. ആദ്യം പുല്ലാങ്കുഴലെടുത്ത് വായിക്കുമ്പോൾ നമുക്ക് ശബ്ദം തന്നെ വരില്ല, സാധാരണക്കാർക്ക് അതിന് വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ വേറെ അത്ഭുതം സംഭവിക്കുന്നു. പുല്ലാങ്കുഴൽ ഊതുന്ന ആൾ ഹൈറ്റിലേക്ക് വരുന്നു. അപ്പോൾ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പുല്ലാങ്കുഴലിൻ്റെ നല്ല നിർമ്മാണം, പുല്ലാങ്കുഴലിലൂടെ വരുന്ന സംഗീതം, ആ സംഗീതത്തിനെ കൊണ്ട് ഉയരുന്ന സംഗീതത്തിന് ഉയർന്നിട്ട് ഭഗവാനെ പോലെയാവുക. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഫ്ലൂട്ടിസ്റ്റാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇത് കാണിക്കാനാണ്. ഒടുക്കം കംപ്ലീറ്റ് ആയിട്ട് ആ ഭഗവാനായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ ഒരു ഡിവൈനായിട്ടുള്ള മ്യൂസിഷ്യനായിട്ട് മാറും. ഫസ്റ്റ് ലൂപ്പ്, സെക്കൻഡ് ലൂപ്പ്, തേർഡ് ലൂപ്പ് ലേണിംഗ് എന്നുള്ള സിദ്ധാന്തമുണ്ട്. ഫസ്റ്റ് ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ജീവിതത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇവിടെ സോൾവ് ചെയ്യണം. ശരി ഏതാണ്, തെറ്റാണ്, തെറ്റ് ഏതാണ്, ധർമ്മം ഏതാണ്, അധർമ്മം ഏതാണ്. നമ്മൾ ഇപ്പോൾ ഓഫ്താൽമോളജിയിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പേഷ്യൻറ്റിന് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കേണ്ടത്, അത് ഫസ്റ്റ് ലൂപ്പ്. പക്ഷേ അതുകൊണ്ട് നമുക്കൊരിക്കലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അത് ടെമ്പററിയാണ്. ആ ഫസ്റ്റ് ലൂപ്പ് ഇത് ചെയ്യാനായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ അതിനായിട്ട് കൂടുതൽ അറിവ് നേടേണ്ട ആവശ്യമുണ്ട്. നാരോ മൈൻഡഡ്നെസ്, വിശാല ചിന്താഗതിയിലേക്ക് വരണം. ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ മാത്രം തങ്ങാതെ ലോകത്തിലെ പല അറിവുകളും സംഗ്രഹിക്കണം. അവിടെ മാത്തമാറ്റിക്സ് വരുന്നു, ഫിസിക്സ് വരുന്നു. ഇപ്പോൾ മെഡിസിനിൽ തന്നെ എല്ലാ സയൻസും ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, ടെക്നോളജി ഉണ്ട്, കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് ഓഫ്താൽമോളജി വരുന്നത്, അല്ലാതെ ഓഫ്താൽമോളജി മാത്രം വരില്ല. അപ്പോൾ അങ്ങനെ എല്ലാം കൂടിയും വളരുമ്പോൾ അതിനാണ് സെക്കൻഡ് ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ പുല്ലാങ്കുഴൽ എടുത്തു കഴിഞ്ഞാൽ സംഗീതം പഠിക്കുന്നു, സംഗീതത്തിൻ്റെ കൂടുതൽ ആഴത്തിൽ രാഗങ്ങൾ മനസ്സിലാക്കുന്നു. അത് മ്യൂസിഷ്യൻ്റെ ടാലൻറ്റ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പോൾ എല്ലാ അറിവും നേടി, പക്ഷേ അറിവ് ഉപയോഗിക്കുന്ന ആൾ മാറിയോ? അവിടെയാണ് തേർഡ് ലൂപ്പ്, അടിസ്ഥാനപരമായിട്ടുള്ള മാറ്റം. ഇതെല്ലാം ചെയ്യുകയാണെങ്കിലും ഈ പ്രവൃത്തികളൊക്കെ ടെമ്പററി ആയിട്ടുള്ള ഗുണങ്ങളെ ഉണ്ടാക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഉപയോഗിക്കുന്ന ആൾ സബ്ജക്റ്റീവായിട്ട് മാറുമ്പോൾ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള മാറ്റം, ഫൗണ്ടേഷണലായിട്ട് ചേഞ്ച് വരുന്നത്.
ആ ഫൗണ്ടേഷനായിട്ട് ചേഞ്ച് സംഭവിക്കണമെങ്കിൽ അവിടെ സ്നേഹമാണ്. അതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം. മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഇതാണ്, വ്യക്തികൾ മാറണമെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം മോഡേൺ സയൻസിനെ എതിർക്കലേ ചെയ്തു. മോഡേൺ സയൻസിൻ്റെ ഉപയോഗത്തെ മനുഷ്യൻ തയ്യാറാവുന്നതിന് മുമ്പേ ടെക്നോളജി ഏൽപ്പിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതുകൊണ്ടാണ്. അദ്ദേഹം ഒരിക്കലും എതിരായിരുന്നില്ല. കാരണം ട്രെയിൻ ഏറ്റവും ഉപയോഗിച്ച ആൾ മഹാത്മാഗാന്ധിജിയായിരുന്നു. അദ്ദേഹം ലാംഗ്വേജ് കൈകാര്യം ചെയ്ത പോലെ ഒരുപാട് ആൾക്കാർക്ക് ചെയ്യാനേ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ചർക്ക, അദ്ദേഹം ടെക്നോളജി ഉപയോഗിച്ചു, എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ഒരുപക്ഷെ ഇപ്പോൾ മഹാത്മാഗാന്ധിജി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റൊക്കെ സപ്പോർട്ട് ചെയ്യും എന്ന് ഒരു പുസ്തകം എടുത്ത് വായിച്ചു. കാരണം ലോകത്തെ കോർത്തിണക്കുന്ന സിസ്റ്റമാണ്. ആ രീതിയിൽ അതിനെ ഉപയോഗിക്കണം. AI ആയാലും ഇൻ്റർനെറ്റ് ആയാലും ഏത് കാര്യങ്ങളെയും മനുഷ്യന്മാരെ ഉയർത്തുന്ന തലത്തിലേക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ടെക്നോളജി ആ കാലത്ത് നല്ലതാണ്. ഇല്ലെങ്കിൽ അത് പ്രിമച്വറായിട്ട് ടെക്നോളജി ആയിട്ട് മാറും. അപ്പോൾ സ്നേഹമായിരിക്കണം അടിസ്ഥാനം എന്തിൻ്റെയും ഏതിൻ്റെയും. ഇത് എല്ലാവർക്കും നന്മ നൽകുമോ? എല്ലാവരുടെ ഉള്ളിൽ മനുഷ്യത്വത്തിനെ ഉണർത്തുമോ? എല്ലാത്തിലുള്ള സ്നേഹം ഉണരുമോ? ലോകത്തിനെ മുഴുവൻ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ചിന്ത വരുമോ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഹയർ തോട്ടിലേക്ക് പോകുന്നു, യഥാർത്ഥ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മാസ്റ്റേഴ്സ് വിഭാവന ചെയ്യുന്നത്. ഹാർട്ട്ഫുൾനെസ് പ്രോഗ്രാമിലൂടെ ഈ ലോകത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തി ഹൃദയം വിശാലമായിട്ട് മാറിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. കൂടുതൽ സ്നേഹം നൽകുന്ന വ്യക്തിയായിട്ട് മാറണം. അതാണ് അതിൻ്റെ ഉദ്ദേശം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഗംഭീരമായിട്ട് കാര്യമില്ല, ചെയ്യുന്ന ആൾ കൂടി മാറേണ്ട ആവശ്യമുണ്ട്. അതാണ് പ്രധാന കാര്യം. അതാണ് ഇത്രയും വലിയ പ്രപഞ്ചം നമുക്ക് നിർമ്മിച്ചു തന്നിരിക്കുന്നത്. നമ്മളുടെ ഡെവലപ്മെൻറ്റാണ്, നമ്മുടെ ഇൻഡിവിജ്വൽ എവല്യൂഷൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യണം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.